ശ്വേതാ മേനോൻ്റെ ഓഡിയോ ക്ലിപ്പാണ്. മാധ്യമങ്ങളെ ആരും പോയി കാണണ്ട, നിങ്ങൾ കണ്ടെടുത്തോളമൊക്കെ മതി. ഇനി കാണണമെങ്കിൽ പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും കൂടി ഞങ്ങൾ പോയി കണ്ടോളാം. അതായത് ഞാനും കുക്കു പരമേശ്വരനും കാണണമെങ്കിൽ കണ്ടോളാം എന്നാണ് ശ്വേതാ മേനോൻ പറയുന്നത്. അമ്മേന്റെ പറ്റി അമ്മേന്റെ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അത് നമ്മുടെ ജനറൽ ബോഡിയിൽ മാത്രമേ സംസാരിക്കുകയുള്ളൂ. അല്ലാതെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അമ്മയുടെ ഓഫീസിൽ വരാനുള്ള അവരെല്ലാവർക്കും ദേ ആർ മോസ്റ്റ് വെൽക്കം ടു കം ആൻഡ് ആസ്ക് us. എന്റെ നമ്പർ ആണെങ്കിലും കുക്കുവിന്റെ നമ്പർ ആണെങ്കിലും എല്ലാ മെമ്പേഴ്സ് അറിയാം, അവർക്ക് വിളിക്കാം, അവർക്ക് ചോദിക്കാം. അപ്പോൾ ഇത് റിക്വസ്റ്റ് ആയിട്ട് മാത്രമേ ഞാൻ പറയുള്ളൂ. ഇനി മുതൽ അമ്മ മെമ്പേഴ്സ് ആയ ആരാണെങ്കിലും ഈസി അതർ ദാൻ പ്രസിഡന്റ് ആൻഡ് ജനറൽ സെക്രട്ടറി ആര് അമ്മയുടെ പറ്റി ഒരു കാര്യവും മീഡിയന്റെ മുമ്പാകെ ഒന്നും പറയില്ല. അമ്മയുടെ ബൈലോ പ്രകാരം അങ്ങനെയാണത്രേ. അമ്മയുടെ ബൈലോ പ്രകാരം അങ്ങനെയായിരിക്കാം, അംഗീകരിക്കുന്നു. പക്ഷെ അമ്മയുടെ ബൈലോ പ്രകാരം തന്നെയാണോ അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും? ഇതാണ് ചോദ്യം. എന്തുകൊണ്ടാണ് ഇവിടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് സംസാരിക്കേണ്ട അവസ്ഥ വന്നത് എന്നുള്ളതിലേക്ക് ഫസ്റ്റ് പോയിന്റിലേക്ക് നമ്മൾ പോകണ്ടേ. അല്ലാതെ ഇവരെല്ലാവരും താരങ്ങളാണ്. സ്വാഭാവികമായിട്ടും അമ്മയുടെ ഓഫീസിനുള്ളിൽ, നിങ്ങളുടെ ചർച്ചയ്ക്കുള്ളിൽ, നിങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിലും നിങ്ങളുടെ ജനറൽ ബോഡി യോഗത്തിലും നടക്കേണ്ട വിഷയങ്ങൾ എന്തുകൊണ്ട് പുറം ലോകത്തേക്ക് വരുന്നു? ആ പുറം ലോകത്തേക്ക് വരുന്നതിൻ്റെ കാരണം എന്തുകൊണ്ട് പ്രസിഡന്റ് സംസാരിക്കുന്നില്ല? ഇത് പുറം ലോകത്തേക്ക് വരാനുള്ള കാരണം അവിടെ നീതി കിട്ടുന്നില്ല എന്നുള്ളത് കൊണ്ടല്ലേ. നീതിക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ കോടതി, അതായത് അമ്മയ്ക്ക് സ്വന്തമായിട്ട് കോടതിയൊക്കെ ഉണ്ട് കേട്ടോ. അമ്മയുടെ കോടതി ജനറൽ ബോഡി അത്രേ, അതാണ് കോടതി. ശരി, ആ കോടതി നിങ്ങളുടെ കോടതി എന്തോട്ടെ, നിങ്ങളുടെ കോടതിക്കകത്ത് നീതി നടപ്പിലാക്കുന്നില്ലെങ്കിൽ, ഇത് ഞാൻ പറഞ്ഞതല്ല, പ്രസിഡന്റായ ശ്വേതാ മേനോൻ പറഞ്ഞാണ് അമ്മയുടെ കോടതി ജനറൽ ബോഡിയാണെന്നുള്ളത്. ആ കോടതിയിൽ നീതി നടപ്പിലാകുന്നില്ലെങ്കിൽ പൊതുസമൂഹത്തേക്ക് ഇറങ്ങും. അല്ലാതെ നിങ്ങളുടെ നീതി നോക്കിയിരിക്കാൻ പറ്റത്തില്ലല്ലോ. നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള ആൾക്കെതിരെ സംസാരിക്കുകയാണെങ്കിൽ പിന്നെ ഇവിടെ എങ്ങനെ നീതി കിട്ടും? അങ്ങനെയല്ലേ അൻസിബയ്ക്ക് ഈ ജോയിന്റ് സെക്രട്ടറി സ്ഥാനം രാജിവെച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് തനിക്ക് നേരിടേണ്ടി വന്ന അപമാനങ്ങളെ കുറിച്ച് സംസാരിക്കേണ്ടി വന്നത്. ആ അപമാനങ്ങളെ പറ്റി സംസാരിക്കുമ്പോൾ അതിനു വേണ്ടിയിട്ട് വാദിക്കാൻ വേണ്ടിയിട്ട് വൈസ് പ്രസിഡന്റ് ഒരു ഭാഗത്ത് നിൽക്കുന്നു, ലക്ഷ്മിപ്രിയ ഒരു ഭാഗത്ത് നിൽക്കുന്നു. ആ പരാതി കൊടുത്തത് ഞാനാണ്, അതായത് ആ വ്യാജ പരാതി കൊടുത്തത് ഞാനാണെന്ന് വൈസ് പ്രസിഡന്റ് തുറന്നു പറയുകയാണ്. ഈ വ്യാജ പരാതി കൊടുത്തത് ഞാനാണെന്ന് വൈസ് പ്രസിഡന്റ് തുറന്നു പറയുന്ന അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ വൈസ് പ്രസിഡന്റ് പറയുകയാണ്. ഇനി ഇവിടെ എന്ത് നീതിയാണ് കിട്ടാൻ പോകുന്നത്? എന്ത് ന്യായം കിട്ടുമെന്നാണ്? അതുകൊണ്ട് മാധ്യമങ്ങളെ എന്തിനാണ് പ്രസിഡന്റ് ഭയക്കുന്നത്? എന്തുകൊണ്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ അംഗങ്ങൾക്ക് നിലപാട് പറയാൻ നിങ്ങളൊരു വേദി ഒരുക്കുന്നില്ല? ഇപ്പം മാധ്യമ വിലക്കാണല്ലോ. ഇതാരും പറയേണ്ട, ആരും സംസാരിക്കേണ്ട, അംഗങ്ങളാരും സംസാരിക്കേണ്ട, മാധ്യമങ്ങളോട് സംസാരിക്കേണ്ട, ഞങ്ങൾ തീരുമാനിച്ചോളാം, അമ്മയ്ക്കുള്ളിൽ നിൽക്കട്ടെ കാര്യങ്ങൾ. ഇത്രയും വഷളായ കാര്യങ്ങൾ നിൽക്കുമ്പോഴേക്കും അമ്മയ്ക്കുള്ളിൽ നിൽക്കട്ടെ കാര്യങ്ങളെന്നോ? ഈ പ്രസിഡന്റിന് അമ്മ എന്ന് പറയുന്ന സംഘടനയ്ക്ക് AMM എന്ന് പറയുന്ന സംഘടന, അമ്മ എന്ന സംഘടന പേര് പറഞ്ഞതിൽ എനിക്ക് വിഷമമുണ്ട്, AMM എന്ന സംഘടനയ്ക്കുള്ളിൽ നടക്കുന്നതിനെ പറ്റി ഒരു ചുക്കും ചുണ്ണാൻ പറയില്ല. സെക്രട്ടറിയും ട്രഷററുമാണ് AMM എന്ന സംഘടന കുറച്ച് മാസങ്ങളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞത് മറ്റാരുമല്ല, ഈ സംഘടനയുടെ പ്രസിഡന്റായ ശ്വേതാ മേനോനാണ്. ശ്വേതാ മേനോൻ അവിടെ പ്രസിഡന്റ് സ്ഥാനത്ത് നിൽക്കുമ്പോൾ ഇവിടെ എന്താ നടക്കുന്നതെന്ന് പോലും അറിയില്ലത്രേ. പിന്നെ എന്തിനാണ് നിങ്ങൾ ആ പ്രസിഡന്റ് സ്ഥാനത്ത് നിൽക്കുന്നത്? നിങ്ങൾക്ക് അവിടെ നടക്കുന്നത് എന്താണെന്ന് അറിയില്ല, അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയില്ല, എന്തൊക്കെയാണ് അവിടെ നടക്കുന്നതെന്ന് അറിയില്ല. എങ്ങനെയാണ് എല്ലാ അംഗങ്ങളും, ഇപ്പോൾ മാലാ പാർവതിയും ഇപ്പം മല്ലിക സുകുമാരൻ ഉൾപ്പെടെ മാധ്യമങ്ങളോട് വന്നപ്പോൾ പറഞ്ഞ കാര്യം, ക്യാമറകൾ, ചുറ്റും ക്യാമറകൾ, ബാത്റൂമിൻ്റെ കോറിഡോറിൽ വരെ ക്യാമറകൾ എന്നുള്ളതാണ്. ഈ ഫണ്ട് എവിടെ? ഇതിൻ്റെ പൈസ എവിടെ? ഈ പൈസ എവിടെയാണ് നിങ്ങൾ ചെലവാക്കിയിരിക്കുന്നത്? ഇതൊക്കെ അവിടെ പാവപ്പെട്ട അംഗങ്ങൾക്ക് കിട്ടേണ്ട പൈസയാണെന്ന് മാലാ പാർവതി പറയുന്നുണ്ട്. ഒരു തരത്തിലുമുള്ള ബില്ലില്ല, ഒരു തരത്തിലും തെളിവില്ല, ഒന്നും. അവിടെ നടക്കുന്ന എന്താണെന്ന് അംഗങ്ങൾക്കറിയില്ല എന്നാണ് അംഗങ്ങൾ പറയുന്നത്. പ്രസിഡന്റിനെ അറിയില്ല, പിന്നെ അല്ലേ അംഗങ്ങൾക്ക്. അപ്പോൾ ഈ മാധ്യമ വിലക്ക് നടത്തുമ്പോഴേക്കും അതെന്തിനാണ്? എന്തായാലും ഇത്രയായി, എല്ലാം പുറത്തു വന്നു. അവിടെ നടക്കുന്ന പല കാര്യങ്ങൾ, അത് ജിഹാദി പരാമർശം, അവിഹിത കഥകൾ, വ്യാജ പരാതി, മതപരിവർത്തനം, എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്? ഇതെല്ലാം അവിടെ നടക്കുന്നു. പിന്നെ ഇത് അവിഹിത കഥ പറഞ്ഞ് പ്രചരിപ്പിക്കുക, ഇത് അവന് ഇവനായിട്ട് ഇവനായിട്ട് ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത്. ഇതൊക്കെ നടന്ന് സംസാരിച്ച് പുറം ലോകം അറിഞ്ഞപ്പോൾ അവിടെ നടക്കുന്ന നാറിയ കാര്യങ്ങളും വിഴുപ്പലകലും പുറത്തു വന്നപ്പോഴേക്കും പറയുക മാധ്യമങ്ങളെ ആരും കാണണ്ടാന്ന്. ഞാൻ കണ്ടോളാം. ഞാനാരാ? പ്രസിഡന്റ് എന്തിനാണ് റോള്? പ്രസിഡന്റ് ഒന്നും അറിയില്ല. എന്നിട്ട് പിന്നെ എന്താണ് പ്രസിഡന്റ് പറയാൻ പോകുന്ന മാധ്യമങ്ങളോട്? അവിടെ നടക്കുന്ന ഒന്നും പ്രസിഡന്റ് അറിയില്ല. മെയിൽ അൻസിബാസിന് അയച്ച മെയിൽ കാണാനില്ല, എവിടെ പോയെന്ന് ചോദിച്ചാൽ പ്രസിഡന്റ് അറിയില്ല. ട്രാഷിലുണ്ടോ എന്ന് ചോദിച്ചാൽ അതും പ്രസിഡന്റ് അറിയില്ല. ആരും ഡിലീറ്റ് ചെയ്തു, എറേസ് ചെയ്തു. എന്നാൽ ട്രാഷിൽ കാണൂലേ? അയ്യോ ഞങ്ങൾക്ക് ട്രാഷ് ഇല്ല. എന്തത്? അവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ഇത് പൊതുസമൂഹത്തിലേക്ക്, ജനങ്ങളിലേക്ക് വരുമ്പോഴുള്ള സ്വാഭാവിക ചോദ്യം. പക്ഷേ ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് വെച്ചാൽ മുതിർന്ന താരങ്ങൾ ആരും മിണ്ടുന്നില്ല. ഞാൻ പറഞ്ഞ സത്യം പറഞ്ഞാൽ നന്നായി. കാരണം എന്തിനാ മിണ്ടുന്നത്? മുതിർന്ന താരങ്ങൾ ഇപ്പം വേറൊരു കാര്യം പറയും, ഈ ലാലേട്ടനും
മമ്മൂക്ക ഉൾപ്പെടെയുള്ള ആളുകളെ വെച്ചിട്ടാണ് സ്പോൺസർഷിപ്പ് ഉൾപ്പെടെ കാര്യങ്ങൾ നടത്തുന്നത്. ഇനി അതിൻ്റെ സ്പോൺസർഷിപ്പിനെ പറ്റി സംസാരിക്കണമല്ലോ. സ്പോൺസർഷിപ്പ് എങ്ങനെയാണ്? ഒരു അമ്പലത്തിൽ നിന്ന് ട്രസ്റ്റ് സ്പോൺസറായിട്ട് വരാം. അൻസിബയാണ് ഒരേ ഒരാൾ അത് എതിർക്കുന്നത്. അൻസിബ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ECയിൽ 17 അംഗങ്ങളിൽ ഒരാളായ ഞാൻ മാത്രം മാറി നിന്നെന്ന് വെച്ച് അത് നടക്കില്ല. കാരണം മെജോറിറ്റിയും പറയുന്നതായിരിക്കും അവിടെ ശരിയാവാൻ പോകുന്നത്. അൻസിബ മാത്രമാണ് എതിർക്കുന്നത്. അൻസിബ ആ എതിർപ്പിനോട് യോജിക്കുന്നു. കാരണം നാളെ ഒരു ക്രിസ്ത്യൻ പള്ളിയോ ഒരു മുസ്ലിം പള്ളിയോ വന്നിട്ട് ഇവിടെ സ്പോൺസർഷിപ്പ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അത് രീതിയാവില്ല. മതം ഇതിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. കഴിഞ്ഞ ഇത്രയും വർഷങ്ങളായിട്ട് അമ്മ കൊണ്ടുപോകുമ്പോൾ മതം അമ്മയിലേക്ക് കൊണ്ടുവരണ്ട എന്നാണ് അൻസിബ പറയുന്നത്. അത് ന്യായമല്ലേ? മതം കൊണ്ടുവന്നു കഴിഞ്ഞാൽ നാളെ പലതും കൊണ്ടുവരും എന്നതാണ് അൻസിബ പറയുന്നത്. അവിടെ വരുമ്പോഴാണ് അൻസിബ അതിനെ എതിർത്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാകുന്നത്. അൻസിബ തന്നെ പറയുന്നത് ഇതിന് മുമ്പും തനിക്ക് കരയേണ്ടി വന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ടിനി ടോമിനെതിരെ ഒരു തരത്തിലുമുള്ള അയവ് ഉണ്ടാവില്ല, നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് അൻസിബ പറയുന്നുണ്ട്. ആ ധൈര്യത്തിന് സല്യൂട്ട് കൊടുക്കണം. കാരണം അൻസിബയ്ക്ക് ചുറ്റും എതിർപ്പല്ലേ. അവിടെ നിന്നുകൊണ്ട് അൻസിബ പോലീസ് കേസുമായി മുന്നോട്ട് പോകാൻ തയ്യാറാവുന്നുണ്ടെങ്കിൽ ആ സ്ത്രീയെ അഭിനന്ദിക്കണം. ആ സ്ത്രീയുടെ ഒപ്പം തന്നെ നിൽക്കണം എന്ന കാര്യത്തിൽ ഇവിടെ ഒരു തർക്കവുമില്ല. പ്രസിഡന്റ് മാധ്യമങ്ങളെ വിലക്കി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒന്നും പുക അണയാൻ പോകുന്നില്ല. പ്രസിഡന്റ് മാധ്യമങ്ങളെ EC മെമ്പേഴ്സിൽ നിന്ന് വിലക്കാം. പക്ഷേ എവിടെ നിന്നെങ്കിലുമൊക്കെ ഒന്ന് ചാടും. പ്രസിഡന്റിനെ നടക്കുന്നത് എന്താണെന്ന് അറിയാത്ത പക്ഷം എങ്ങനെയാണ് AMMA എന്ന സംഘടന മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് അറിയില്ല. ഒരു വർഷം മുമ്പ് ശ്വേതാ മേനോൻ പ്രസിഡന്റ് ആയപ്പോഴേക്കും ഒരുപാട് സന്തോഷം എന്ന് പറഞ്ഞ അതേ അൻസിബ ഹസനാണ് ഇപ്പോൾ ഒരു വർഷത്തിനുള്ളിൽ ഇത്രയും വലിയ മെൻ്റൽ ട്രോമയിലൂടെ പോകേണ്ടി വന്നതെന്ന് കൂടി ആലോചിച്ച് നോക്കുക. പല അംഗങ്ങളും പറയുന്ന കാര്യം ഇമ്മെച്യോറിറ്റി ആണ് എന്നുള്ളതാണ്. ഇപ്പോൾ ജോയ് മാത്യു ഉൾപ്പെടെ പറഞ്ഞത് അവിടെ തലപ്പത്ത് ഇമ്മെച്യോറായിട്ടാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്നാണ് പറയുന്നത്. എങ്ങനെ ഇമ്മെച്യോർഡ് ആവാതിരിക്കും? പ്രസിഡൻ്റൊന്നും അറിയില്ലല്ലോ. പ്രസിഡന്റ് അവിടെ നടക്കുന്നൊന്നും അറിയില്ല. ഈ ഒന്നും അറിഞ്ഞുകൂടാത്ത പ്രസിഡന്റ് എന്താണ് മാധ്യമങ്ങളോടൊന്നും സംസാരിക്കാൻ പോകുന്നതെന്നും അറിയില്ല. അങ്ങനെ പ്രസിഡന്റ് പഠിച്ചു വരുന്നതേ ഉള്ളൂ. പ്രസിഡന്റ് ഇനി വേണം ഓരോ കണക്ക് നോക്കാൻ, പ്രസിഡന്റ് ഇനി വേണം മെയിലുകൾ വായിക്കാൻ, പ്രസിഡന്റ് ഇനി വേണം പരാതി നോക്കാൻ, പ്രസിഡന്റ് ഇനി വേണം പരാതിയുടെ പരിഹാരങ്ങൾ നോക്കാൻ. ഇതൊക്കെ നോക്കിയിട്ട് പ്രസിഡന്റ് ഇനി വന്ന് സംസാരിക്കുന്നതാണ് പറയുന്നത്. എന്തായാലും കൊള്ളാം, നന്നായിട്ടുണ്ട്. ഇത് തന്നെയാണ് ജനങ്ങളും പറയുന്നത്. ഒന്നാമത്തെ കാര്യം, ഈ ആർട്ടിസ്റ്റുകളുടെ നിലനിൽപ്പ് തന്നെ ഓഡിയൻസിൻ്റെ ഇഷ്ടപ്രകാരം തന്നെയാണ്. ഒരു തർക്കമില്ലല്ലോ. ആർട്ടിസ്റ്റുകൾ പോലും ആരും എതിർക്കില്ലല്ലോ. ഒരു പബ്ലിക് ഫിഗറായി നിങ്ങൾക്ക് ഇത്രയും ജനസ്വീകാര്യത ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ജനങ്ങളുള്ളിൽ നിൽക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ജനങ്ങൾ അറിയേണ്ടതാണ്. ഇത്രയും നാളും അവിടെ നടന്നുകൊണ്ടിരുന്ന പല കാര്യങ്ങൾ, അത് കേട്ടാൽ അറപ്പ് തോന്നുന്ന കാര്യങ്ങളൊക്കെയാണ്. ജിഹാദി പരാമർശം, മതപരിവർത്തനം, അറപ്പുളവാക്കുന്ന കാര്യങ്ങൾ ഒരു സംഘടനയുടെ ഉള്ളിൽ നടക്കുന്നു. അതും എത്രയോ ആളുകൾ ആരാധിക്കുന്ന ആളുകൾ ഇപ്പോഴും ആ സംഘടനയിൽ തുടരുന്ന പശ്ചാത്തലത്തിൽ ഇതൊക്കെയാണ് ആ സംഘടനയ്ക്കകത്ത് നടക്കുന്നതെന്നുള്ള പച്ചയായ മുഖങ്ങൾ തുറന്നു പറയാണ്. ശ്വേതാ മേനോൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞിരുന്നു കേട്ടോ. ശ്വേതാ മേനോൻ എന്താ പറഞ്ഞത്? ഇവിടെ അടിയും ബഹളവും മാത്രമേ ഉള്ളൂ, സ്ഥിരം അടിയാണ്. പ്രസിഡന്റ് ഒന്ന് പറയുക, സ്ഥിരം അടിയാണ്. എന്താ ഇതൊക്കെ പരിഹരിക്കാനാണ് പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയൊക്കെ, അല്ലാതെ അടിയാണെന്നൊന്നും മാധ്യമങ്ങളോട് പറയാനല്ലോ. എന്തായാലും ഇനി എന്താണ് ECയുടെ അംഗങ്ങളെല്ലാവരെയും മൂടി കെട്ടിയിട്ട് ഇനി ശ്വേതാ മേനോനും കുക്കു പരമേശ്വരനും കൂടി ഇനി എന്താണ് പറയാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് കാണാമല്ല. എന്ത് പറയാൻ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.